കോൺഗ്രസ് പ്രവർത്തകയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതിക്കാരി KPC പ്രസിഡന്റിന് അയച്ച കത്തിന്റെ പകർപ്പ് 24-ന് ഈ മാസം 16-ാം തീയതി പ്രസിഡന്റ് സണ്ണി ജോസഫിന് അയച്ച കത്തിന്റെ പകർപ്പാണ് പരാതിക്കാരി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആരോപണ വിധേയനായ പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സാദത്തിനെ പാർട്ടി പ്രാദേശിക നേതാക്കൾ സംരക്ഷിക്കുന്നുവെന്നും പരാതിക്കാരിയുടെ ആരോപണം. CH സാദത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാനും ആളും ഒരേ കോൺഗ്രസ് പാർട്ടിയിലുള്ളവരാണ്. മറ്റത്തൂർ പഞ്ചായത്തില് ലൈംഗിക ചൊവ്വയോടെ എന്റെ കയ്യിൽ കയറി പിടിക്കുകയും എന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് വിസിറ്റിംഗ് ഹാളിലേക്ക് ബലമായി പിടിച്ച് വലിച്ചിടുകയായിരുന്നു. DCC നിന്ന് എന്നോട് അവിടേക്ക് എത്തിച്ചേരാനും ഇതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനും എന്നെ വിളിച്ചവർ വരുത്തി. 2-2.25 മണിക്കൂർ അവരെന്നോട് ഒരു എന്താ പറയാ അവര് പലരെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇവരെന്നോട് ചോദിച്ചത്. അവിടെ നിന്നും എനിക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായത് കൊണ്ടാണ് ഞാൻ നേരിട്ട് വനിതാ റൂറൽ SP പരാതി കൊടുത്തത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിക്കെതിരെ പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CH സാദത്തിനെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോലീസ് കേസെടുത്തത്. അതായത് വനിതാ കോൺഗ്രസ് പ്രവർത്തക അന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 10,000 രൂപ കടം വാങ്ങുകയും ഈ കടം വാങ്ങിയ പണം തിരികെ നൽകുന്നതിന് വേണ്ടി ഈ സാദത്തിന്റെ വീട്ടിലെത്തിയ സമയത്ത് ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ളതായിരുന്നു ഈ യുവതിയുടെ പരാതി. ഈ പരാതി പോലീസിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ യുവതി KPCC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ DCC അധ്യക്ഷനും നൽകിയിരുന്നു എന്നതിന്റെ കത്താണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 16-ാം തീയതി അവർക്ക് ഈ പരാതി നൽകുന്നു. പക്ഷേ പാർട്ടി നേതൃത്വത്തിൽ ഇതിൽ ഒരു നടപടി ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യുവതി ഇത് സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ കത്ത് പുറത്തുവിടുകയാണ്. 16-ാം തീയതിയാണ് KPCC അധ്യക്ഷന് ഇവർ നൽകിയ കത്തിൽ പറഞ്ഞ തീയതി പ്രകാരം ഈ കത്ത് നൽകിയിട്ടുള്ളത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം പരാതി ഉയർന്നപ്പോൾ അതിൽ KPCC സ്വീകരിച്ച നിലപാട് കണ്ടതാണ്. അങ്ങനെ ഒരു നിലപാടെല്ലാം മുന്നിൽ നിൽക്കുകയാണ് ഈ കത്തിന്മേൽ അല്ലെങ്കിൽ യുവതി നൽകിയ പരാതിയിന്മേൽ പാർട്ടി നേതൃത്വം ഒരു നടപടിയും എടുക്കാതെ പോയത്. ഇതേ തുടർന്ന് 25-ന് യുവതി തൃശൂർ റൂറൽ പോലീസിന് പരാതി നൽകുന്നു. ആ പരാതിയിന്മേൽ സാദത്തിനെതിരെ കേസെടുക്കുന്നു. ആ കേസെടുത്തതിന് ശേഷം മാത്രം ഈ സാദത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. ഇത് പ്രാദേശിക നേതാക്കൾ ഈ സാദത്തിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത് എന്നുള്ളതാണ് യുവതി ആരോപിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ യുവതി വെളിപ്പെടുത്തിയത് നമ്മുടെ പ്രൈം ടൈമിലായിരുന്നു. അന്ന് തന്നെ അവർ വലിയ മനോവിഷമത്തോടു കൂടിയാണ് പറയുന്നത്. തന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ് താനിത് തുറന്നു പറയുന്നത്. ആർക്കും നാളുകളിൽ ഇതുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും പാർട്ടിക്ക് ഇതിൽ വീഴ്ച ഉണ്ടായെന്ന് തെളിയിക്കുന്ന കത്താണ് പുറത്തു വന്നിരിക്കുന്ന സ്കേൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.